23 ഡിസംബറിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്തത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ വിജയത്തെ ആമുഖമാക്കിയാണ് ഈ വർഷം അതിൻ്റെ 2ാം പതിപ്പ് ആഘോഷിക്കുന്നത്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ MLA ഇതുമായി സംബന്ധിക്കുന്നത്. സദസ്സുമായി സംവദിക്കുന്നതിന് വേണ്ടി ശ്രീ VD സതീശൻ MLA സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നത് ശ്രീ കൽപ്പറ്റ നാരായണനാണ്. സംഘാടക സമിതിയിലെ പ്രധാന അംഗം കൂടിയാണ് അദ്ദേഹം. അതേപോലെ ഇതിന് സ്വാഗത ഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് I. മൂസയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗത ഭാഷണത്തിനായി. പ്രിയമുള്ളവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2ാം പതിപ്പിലെ 2ാം ദിവസമാണ് ഇന്നിവിടെ വിവിധ പരിപാടികളിലൂടെ നടക്കുന്നത്. ഇതിൻ്റെ 1ാം പതിപ്പ് ഒരു വർഷം മുമ്പേ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവറുകളാണ് നിർവഹിച്ചത്. അന്ന് അദ്ദേഹം സംഘാടകരായ ഞങ്ങളോട് വളരെ കർക്കശമായി തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ഇത് 1ാം പതിപ്പായി അവസാനിക്കാൻ പാടില്ല, 2ാം പതിപ്പായി 3ാം പതിപ്പായി തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ 2ാം പതിപ്പ് 3 ദിവസങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഇവിടെ നടത്തപ്പെടുകയാണ്. 1ാം പതിപ്പിൽ നൽകിയ ആ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് കൂടുതൽ കരുത്തുറ്റ രീതിയിൽ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ പ്രചോദനം ഉണ്ടായത്. ഈ സെഷനിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായി വായനയുടെ ഒരു പരന്ന വായനയുടെ ലോകം തന്നെ അദ്ദേഹത്തിനുണ്ട്. നോവലായാലും ചെറുകഥയായിരുന്നാലും ചരിത്രമായിരുന്നാലും വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കുന്ന, ഇപ്പോൾ രാജശ്രീയുടെ ആത്രയം എന്ന അവസാനമായി പ്രസിദ്ധീകരിച്ച നോവൽ, അതിനെപ്പറ്റി അദ്ദേഹം ആധികാരികമായി സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ആ പ്രിയപ്പെട്ട നേതാവിനെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിന് ഈ ട്രെയിനിന് പോകേണ്ടത് കൊണ്ട്. പ്രിയപ്പെട്ട VD സതീശൻ അവറുകളെ വടകരയ്ക്ക് വേണ്ടി, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് മോഡറേറ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഇതിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷനിൽ പങ്കെടുക്കുന്ന വടകരയിലെ അക്ഷരസ്നേഹികളെ മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ. അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് ഒരിത്തിരി സമയം കവർന്നെടുക്കുകയാണ്. തിരക്കിനിടയിൽ വായിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പരിതപിക്കുന്ന വലിയ കൂട്ടത്തിന്റെ നടുവിലാണ് ജനനേതാവായ ഈ മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ളയാൾ പോയ വർഷം മാത്രം വായിച്ച പുസ്തകങ്ങളുടെ കണക്കെടുത്താൽ ആ നേതാവിന്റെ അണികളെല്ലാം ആരുമെന്ന് ഞെട്ടും. മറ്റാരുമല്ല, രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിലും വായനയെ വിടാതെ കൂടെ കൂട്ടുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നിയമസഭയ്ക്കുള്ളിലും പുറത്തും മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടും കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങൾ കൊണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മികവിന് പിന്നിൽ രാഷ്ട്രീയക്കാരന്റെ തന്ത്രജ്ഞത മാത്രമല്ല, ആഴമുള്ള വായന നൽകിയ കനം കൂടിയാണ്. മുൻ വർഷത്തേക്കാൾ പോയ വർഷം കൂടുതൽ പുസ്തകങ്ങളിലൂടെ കടന്നു പോകാനായെന്ന ആഹ്ലാദത്തിലാണ് അദ്ദേഹം 40-നടുത്ത് പുതിയ പുസ്തകങ്ങളാണ് വായിച്ചത് എന്നുള്ളത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സദസ്സുമായി സംവദിക്കുന്നതിന് വേണ്ടി. വിഷയം വായനയുടെ രാഷ്ട്രീയം. ഇത്ര വ്യക്തതയോടുകൂടി, ഇത്ര അനസ്യൂതമായി, ഇങ്ങനെ വശ്യമായി എങ്ങനെയാണ് ഒരാൾ സംസാരിക്കുക എന്ന അത്ഭുതം എനിക്ക് മാറുന്നത് അദ്ദേഹം ലേഖനങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ കൃതികൾ മാത്രമല്ല, കഥയും കവിതയും ഒക്കെ വായിക്കാറുണ്ട് എന്ന അറിവ് ലഭിച്ചപ്പോൾ ആണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല,
ആ അനസ്യൂതമായ വായനാനുഭവത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി ആ വാതിൽ തുറന്നിടുക മാത്രം ചെയ്യും. പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ മാഷ്, പ്രിയങ്കരനായ സുഹൃത്ത് CI മൂസ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 2ാം എഡിഷന് വരുമ്പോൾ ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഈ വേദിയിലിരിക്കുന്നത്. കാരണം 1ാം എഡിഷന് തിരികൊളുത്തിയത് ഞാനാണ്. ഈ 2ാം എഡിഷനിൽ ഇവിടെ ഈ നിറഞ്ഞ ആൾക്കൂട്ടം ഈ ഹാളിനകത്തും പുറത്തും കാണുമ്പോൾ ഈ കടത്തനാട് ഹൃദയത്തിലേക്കാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഇനിയും ഭംഗിയായി തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനിപ്പോഴാണ് മൂസ എന്നോട് വിഷയം എന്താണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് ആമുഖമില്ലാതെ ആ വിഷയത്തിലേക്ക് കടക്കാം. വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, എൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത് വായനയിലൂടെയാണ്. അത് വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തുടങ്ങിയ വായനയാണ് രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് എന്നെ എത്തിച്ചത്. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ എൻ്റെ ചെറുപ്പത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചരിത്രം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തിനാണ് പ്ലാസി യുദ്ധം ഈ വർഷം നടന്നത്, കുരുക്ഷേത്ര യുദ്ധം നടന്നത് ഈ വർഷമാണ്, എന്നൊക്കെ കാണാതെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ ഞാൻ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ വായിച്ചപ്പോഴാണ് ചരിത്രം കവിതയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുമാത്രമല്ല, ഗതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം, ഇനി വരാനിരിക്കുന്ന കാലത്തേക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിൽ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പ്രചോദനവും നമ്മുടെ പിൻബലവുമാണ് എന്ന് ചരിത്രം. ഞാൻ പിന്നെ ചരിത്ര വായനക്കാരനായി യഥാർത്ഥത്തിൽ. അങ്ങനെ നമ്മുടെ വായന ഇപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കലാ, പ്രകൃതി, ജനാധിപത്യമാണ്. ഈ ജനാധിപത്യ ബോധ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ കൺവിക്ഷനാണ്. ഒരു ജനാധിപത്യ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ കുട്ടികളോട് എല്ലാവരും പറയും, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണമെന്ന് പറയും. പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം എന്നല്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ജനാധിപത്യവാദിയാകുക എന്നുള്ളതാണ്. മറ്റുള്ളവനെ അവന് പറയാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ കേൾക്കുക, ആ ഒരു വിശാലമായ ഒരു ചർച്ച നടക്കുക. ആ ചർച്ചയിൽ നിന്നാണ് ഒരു ഔട്ട്കം ഉണ്ടാകുന്നത്. ഞാനും പണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായം ഇരുമ്പുലക്കയായി കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാനിന്ന് കൂടിയാലോചനകളിൽ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അഭിപ്രായം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് പൂർണ്ണമായും. ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ചില ആംഗിളുകൾ മാറ്റിയിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ജനാധിപത്യ ബോധ്യമാണ്. ആ ജനാധിപത്യ ബോധ്യം എൻ്റെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം, ഞാൻ 1ാം ലോക മഹായുദ്ധത്തിനും 2ാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ചരിത്രം വായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ, അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിക്കും, സിനിമകൾ കാണും, യൂറോപ്പിൽ ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങൾ പോയി കാണും. അതൊരു വല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ കരുത്തിനെക്കുറിച്ച്, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യപ്പെടുത്തലുകളാണ് നമുക്കുണ്ടായത്. എനിക്കിപ്പോഴും ഭീതിയാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായ ഒരുപാട് കാര്യങ്ങൾ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ലോകത്തെല്ലായിടത്തും എക്രോസ് ദ വേൾഡ് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള ഭീതിയാണ്. ആ ഭീതി എനിക്കുണ്ടാകുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുണ്ടായ ഏകാധിപതികളും അന്നത്തെ പ്രത്യയശാസ്ത്രങ്ങളും മഹായുദ്ധങ്ങളുമാണ്. അത് ഹിറ്റ്ലറും മുസോളിനിയും പോൾപോട്ടും സ്റ്റാലിനും ഉൾപ്പെടെയുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ, നാസിസവും ഫാസിസവും അന്നത്തെ കമ്മ്യൂണിസവും എല്ലാം ചേർന്ന പ്രത്യയശാസ്ത്രങ്ങൾ, ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, എതിരാളികളെ അടിച്ചമർത്തുന്ന, കൊന്നൊടുക്കുന്ന, നാട് കടത്തുന്ന, മനുഷ്യനെ വിഷം കൊടുത്തു കൊല്ലുന്ന, വംശഹത്യകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, സത്യം പറഞ്ഞാൽ പോളണ്ടിലെ എല്ലാം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ സ്മാരകങ്ങളിൽ പോയി നിന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ കരഞ്ഞു പോകും. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ വംശഹത്യയുടെ പേരിൽ ഒരു ഹോളിലേക്ക് കയറ്റിവിട്ട് വിഷവാതകം തുറന്നുവിട്ട് മനുഷ്യനെ ക്രൂരമായി കൊന്നൊരു കാലഘട്ടത്തിലേക്ക് ലോകമിനി തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭീതിയുണ്ട്. ആ ഭീതിയാണ് നമ്മുടെ ജനാധിപത്യ ബോധ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഞാൻ നാസിസം ഉണ്ടായ തേർഡ് റൈക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം 1945 ഇറങ്ങിയ പുസ്തകമാണ്. പേടിയാവും നമുക്ക് വായിച്ചാൽ. തേർഡ് റൈക്ക് എന്ന് പറയുന്ന പുസ്തകം ക്രൂഷ്ചേവും MAS വായിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള കുറേ പുസ്തകങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ
എന്ന് പിന്നീട് അടയാളപ്പെടുത്തിയ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ ബോധ്യമുണ്ടായത് ആ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കോടിക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഓരോരുത്തരും അവരുടെ മേധാവിത്വം മനുഷ്യന്റെ മേൽ സ്ഥാപിക്കപ്പെടാൻ നടത്തിയ യുദ്ധങ്ങളുടെ പരിണത ഫലങ്ങൾ അതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പം ഞാൻ ഭയപ്പെടുന്നു അതെല്ലാം പുതിയ ഫോർമാറ്റിൽ വരികയാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും ഏകാധിപതികളാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കൂടെ ഗീബൽസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഏകാധിപതികളുടെ കൂടെ PR ഏജൻസികളാണ്. PR ഏജൻസികൾ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, എല്ലാ സോഷ്യൽ മീഡിയയെയും ഇന്നത്തെ ഏകാധിപതികൾ ഉപയോഗിക്കുകയാണ്. സ്റ്റാലിനെ കുറിച്ചുള്ള രസകരമായ ഒരു കഥ ഞാൻ ഇന്നാൾ പറഞ്ഞു. സ്റ്റാലിൻ്റെ മകൻ വാസിലി ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പോൾ ക്രൂഷ്ചേവ് മെമ്മേഴ്സിൽ പറയുന്നതാണ് ക്രൂഷ്ചേവ്. അപ്പോൾ ഇയാൾ വിളിച്ച് ശാസിച്ചു, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഐ എം ഓൾസോ സ്റ്റാലിൻ, ഞാനും സ്റ്റാലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞാനും സ്റ്റാലിനാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട്, യു ആർ നോട്ട് എ സ്റ്റാലിൻ, നീ സ്റ്റാലിൻ അല്ല. ഐ എം ഓൾസോ നോട്ട് എ സ്റ്റാലിൻ, ദ റിയൽ സ്റ്റാലിൻ ഈസ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇൻ ദ പിക്ചേഴ്സ്. ശരിക്കും ജനങ്ങൾ വിചാരിക്കുന്ന സ്റ്റാലിൻ ഞാനുമല്ല നീയുമല്ല, അത് പത്രങ്ങളിൽ ഉള്ള ചിത്രങ്ങളിലുള്ള എന്ന് വെച്ചാൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാലിനാണ് ആളുകളുടെ മുമ്പിൽ, യഥാർത്ഥ സ്റ്റാലിനല്ല. ഇന്ന് ആണ് സ്റ്റാലിൻ ജീവിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ മകനോട്, യു ആർ നോട്ട് എ സ്റ്റാലിൻ, ഐ എം ഓൾസോ നോട്ട് എ സ്റ്റാലിൻ, ദ റിയൽ സ്റ്റാലിൻ ഈസ് ഇൻ ദ സോഷ്യൽ മീഡിയ. ഇന്ന് സോഷ്യൽ മീഡിയയെ ഈ ഏകാധിപതികളായ ഭരണാധികാരികൾ ഉപയോഗിക്കുകയാണ്. ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഞാൻ കോട്ട് ചെയ്യാറുള്ളൊരു പുസ്തകമാണ് ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന മരിയ റേസയുടെ മനോഹരമായ നോബൽ സമ്മാനം കിട്ടിയ പുസ്തകമാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാ, നമ്മളെ മാറ്റിയെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. ഏകാധിപതികളായ ഭരണാധികാരികൾ ഇതിനെ മാറ്റിയെടുക്കുകയാണ്, ലോകത്തെ മാറ്റിയെടുക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുകയാണ്. പഴയ കാലഘട്ടത്തിൻ്റെ പുതിയ ഫോർമാറ്റാണ് ഇപ്പോൾ വരുന്നത്, എല്ലാം ഫേക്കാണ്. അപ്പോൾ ഇന്ന് മീഡിയ തന്നെ മാറി. പ്രിന്റ് മീഡിയയിൽ നിന്ന്, വിഷ്വൽ മീഡിയയിൽ നിന്ന്, ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് ക്ലൗഡ് മീഡിയ വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വഭാവങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള സംഗീതം, നമുക്കിഷ്ടമുള്ള സിനിമ നടൻ, സിനിമാ താരം, നമുക്കിഷ്ടമുള്ള ഭക്ഷണം എവിടെയോ ഇരുന്ന് ആളുകൾ വാച്ച് ചെയ്ത് ഡാറ്റ അനാലിസിസിലൂടെ നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലത്താണ്. നമ്മൾ അറിയാതെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന കാലത്താണ്. അവിടെയാണ് നമുക്ക് വായനയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതൊരു വലിയ കരുത്താണ് ആ വായനയുടെ കരുത്ത്. നമ്മുടെ പ്രകൃതി ബോധം, പൊളിറ്റിക്കൽ ആകുക എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആകുക എന്നത് മാത്രമല്ല, സെക്യുലർ ആകുക എന്നത് കൂടിയാണ്. ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ലോകത്തിന്റെ സങ്കീർണമായ പശ്ചാത്തലത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വിഭജനങ്ങൾ നടക്കുമ്പോൾ അത് അരുതേ എന്ന് ഉറക്കെ ശബ്ദിക്കാൻ, ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി പോരാടാൻ നമുക്ക് കരുത്തു പകരുന്നത് വായന നമുക്ക് നൽകിയ ആ പിൻബലമാണ്. സെക്യുലറിസം എന്നുള്ള വാക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതെല്ലാം വായനയിലൂടെയാണ് ഉണ്ടായത്. ഈ രാജ്യത്തുണ്ടായിരുന്ന വൈവിധ്യമായ എല്ലാ വികാരങ്ങളെയും സമന്വയിപ്പിച്ച ഒന്നായിരുന്നു ദേശീയ പ്രസ്ഥാനം, അല്ലേ? വ്യത്യസ്തതകളെ മുഴുവൻ, വൈവിധ്യങ്ങളെ മുഴുവൻ, ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള വാക്ക്, എല്ലാ അരുവികളും എല്ലാ നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്ന് ലയിച്ചു ചേരുന്നത് പോലെ എല്ലാ വൈവിധ്യങ്ങളും എല്ലാ വ്യത്യസ്തതകളും അവസാനം ഒന്നിച്ചു ചേരുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനം മാറി. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, അതിൻ്റെ നേതാക്കളുടെ വാക്കുകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ, അതെല്ലാം നമ്മുടേതായ ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു. പ്രകൃതി എത്ര അപകടകരമായി പൊളിറ്റിക്കലാകുക എന്ന് ഇന്ന് പറഞ്ഞാൽ എൻവയൺമെന്റ് ഫ്രണ്ട്ലിയാകുക എന്നത് കൂടിയാണ്. പ്രകൃതിയെ പ്രണയിക്കുക എന്നതാണ്. എത്രയോ കാലങ്ങൾക്ക് മുൻപ്, ഈ പറയുന്ന എർത്ത് സബ്മിറ്റ് എല്ലാം നടക്കുന്നതിന് മുമ്പ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് സംസാരിക്കുന്നതിന് മുമ്പ്, പ്രകൃതി അപകടത്തിലാണ് എന്ന് ആരെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നതിന് മുൻപ് നമ്മുടെ ദേശീയ നേതാക്കളല്ലേ പ്രകൃതിയെക്കുറിച്ച് ആദ്യം സംസാരിച്ചത്? പ്രകൃതിയിൽ, ഗാന്ധിയല്ലേ പറഞ്ഞത്, പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്, നമ്മുടെ അത്യാർത്ഥിക്കുള്ളതൊന്നും പ്രകൃതിയിലില്ല. അത് ഈ പ്രകൃതി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല.
ഇത് വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഈ പ്രകൃതി നമ്മുടേത് മാത്രമല്ല, നമ്മളത് കവർന്നെടുക്കുകയാണ്, നമ്മളത് പിടിച്ചു പറിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത്. പ്രകൃതിയെ പ്രണയിച്ച ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നൈനിറ്റാളിൽ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിൽ നൈനിറ്റാളിലെ ജയിലിൽ കിടക്കുമ്പോൾ അതിന്റെ കിളിവാതിലൂടെ ഹിമവാനെ കാണുന്നത്, അതിന്റെ കിളിവാതിലൂടെ ഹിമവാനെ കണ്ട് ഹിമവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് പണ്ഡിറ്റ്ജി. ഋതുഭേദങ്ങൾ മാറി മറയുന്നത്, ശരത്കാലവും സമ്മറും എല്ലാം മാറി മാറി വരുന്നത്, കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, പ്രകൃതിയുടെ രമണീയത, പ്രകൃതിയുടെ പ്രത്യേകത, തന്റെ ചിതാഭസ്മം മുഴുവൻ അല്ലെ ഇന്ത്യയിലെ വയലേലകളിലും ആ വിൽപത്രം കവിതയാണതല്ല എഴുതി വച്ചിരിക്കുന്നത്. അതല്ലേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ അടിത്തറ വായനയാണല്ലോ. എന്തുകൊണ്ടാണ് നെഹ്റുവിനും ഗാന്ധിക്കും ഒക്കെ അങ്ങനെ പറയാൻ കഴിഞ്ഞത്? ലോകത്തിന്റെ മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെയും സംസ്കാരങ്ങളെയും ജനപദങ്ങളെയും കുറിച്ച് കൈവെള്ളയിൽ എന്നതുപോലെ അവർക്കറിയാമായിരുന്നു. അവർ ഇന്ത്യയുടെ അതിർത്തിയിലല്ല നിന്നത്, അവരെ അവിടെ എത്തിച്ചത് അവരുടെ വായനയാണ്, അവരുടെ വിശാലമായ ലോകമാണ്. ഹാരോൾഡ് ലാസ്കി അല്ലേ ഇന്ത്യയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി. ഹാരോൾഡ് ലാസ്കി അദ്ദേഹത്തിന്റെ ഗുരുവാണ്. ആർണോൾഡ് ടോയൻബി എഴുത്തുകാരൻ. എന്നിട്ട് നെഹ്റു ആർണോൾഡ് ടോയൻബിയെ കുറിച്ചും ടോയൻബി നെഹ്റുവിനെ കുറിച്ചും നടത്തിയ മനോഹരമായ പ്രസംഗമുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ബോധ്യങ്ങൾ. നമ്മുടെ വായനയിലൂടെയാണ് നമ്മുടെ കൺവിക്ഷൻ ഉണ്ടാകുന്നത്, രൂപപ്പെടുത്തി നമ്മൾ എടുക്കുന്നത്. അത് ഞാൻ പിന്നെ സാമ്പത്തിക ശാസ്ത്രം വായിക്കാൻ തുടങ്ങിയത് MLA ആയതിനു ശേഷമാണ്. MLA ആയി ചെന്നപ്പോൾ 1 മാസം കൊണ്ട് എനിക്ക് മനസ്സിലായി, ഭരണഘടന മാത്രം പഠിച്ചാൽ പോരാ, സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഒന്നും, 0. പിന്നെ ഞാൻ അന്ന് മുതൽ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഭാഗ്യത്തിന് അപ്പുറത്ത് ഭയങ്കര കടുത്ത എക്കണോമിസ്റ്റ് ആയ ഒരു ഒപ്പോണന്റ് വന്നു, തോമസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തോമസ് ഐസക്കിനെ പോലെ. അതേ സ്കോളറാണ്. അപ്പൊ അദ്ദേഹത്തോട് ഏറ്റുമുട്ടണം, അദ്ദേഹത്തോട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പഠിക്കണം. ഞാൻ കൊച്ചുകുട്ടിയെ പോലെ ക്ലാസ്സിൽ കയറാതിരുന്നതിൻ്റെ കുറ്റബോധം മുഴുവൻ തീർത്തു. ഇരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് പഠിച്ചിട്ടാണ്. ഇന്ന് സാമ്പത്തിക ശാസ്ത്രം പറയുമ്പോൾ ഞാൻ എല്ലാ ബുക്കും അപ്ഡേറ്റ് ചെയ്യും, ലോകത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ കാണും. ഇപ്പം ഏറ്റവും അവസാനം വായിച്ച ബുക്ക് ഏറ്റവും മനോഹരമായ ബുക്കാണ്, ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ദാറ്റ് കിൽഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഗ്രീസിലെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളിൽ ഒരാളായ എഴുതിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യം വായിക്കുന്നത് ടോക്കിംഗ് ടു മൈ ഡോട്ടർ അബൌട്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ് 14 വയസ്സുകാരിയായ മകൾക്ക് മുതലാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ലളിതമായ വാചകങ്ങളുള്ള, ഞാൻ കുട്ടികൾക്കെല്ലാം റെഫർ ചെയ്യുന്ന മനോഹരമായ പുസ്തകമുണ്ട്. അപ്പം ചരിത്രമായാലും രാഷ്ട്രീയമായാലും പ്രകൃതിയായാലും സാമ്പത്തിക ശാസ്ത്രമായാലും അതിലെ ധാരണകളെ, സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ധാരണകൾ, ഇപ്പോൾ അത് ഒരു കൗതുകമാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പുതിയ തലമുറ പറയും, റോബോട്ടിക്സിനെ കുറിച്ച് പറയും. അപ്പം ഞാൻ വിചാരിക്കും അവരുമായിട്ടൊരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് ഉണ്ടായിരുന്നു, കുട്ടികളായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വായിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികളെ അവർ പറയുന്ന അവരുടെ ഒരു വൊക്കാബുലറി ഉണ്ട്, കുട്ടികൾ പറയുന്നത്. അപ്പം അവരാണെങ്കിൽ ഇവിടെ വന്ന് പറയും, ഞാൻ പറഞ്ഞതിന് പകരം അവർ പറയും, ഓ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് എന്തൊരു വൈബാണെന്ന് പറയും, അല്ലേ? അതാണ് കുട്ടികളുടെ ഭാഷ, കുട്ടികളുടെ ഒരു വൊക്കാബുലറി ഉണ്ട്. അപ്പം ഞാനെപ്പോഴും ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ അത് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം. അറിയാനുള്ള നമ്മുടെ ജിജ്ഞാസയാണ് നമ്മളെ വായനക്കാരനാക്കുന്നത്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണത്തിലെ യാത്രക്കാരനാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രകൃതി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഏറ്റവും അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അപകടം എന്ന് അറിയണ്ടേ? നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, ദുരന്തമായി നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്താൽ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, ഒരു വിശാലമായ അർത്ഥത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഹോംവർക്ക് ചെയ്യണമെന്ന്. ഞാൻ പറയും, നമ്മൾ എന്തിനാണ് ഹോംവർക്ക് ചെയ്യണത്? UK നമുക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? അറിയാമെങ്കിൽ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യുമോ?
അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഹോംവർക്ക് ചെയ്യണത്. അപ്പം അത് പഠിക്കാൻ ശ്രമിക്കുക. ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായനയിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ നോവൽ ഇത് മാത്രമല്ലല്ലോ, ചരിത്രവും ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവും മാത്രമല്ലല്ലോ, സാഹിത്യകൃതികൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് പിന്നെ നമുക്ക് വേറൊരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറുകണക്കിന് തലവേദനകളുണ്ട്. അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, തലവേദനകളാണല്ലോ രാവിലെ മുതൽ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മാത്രം ചിന്തിച്ചിരുന്നാൽ നമ്മളാകെ ഡിപ്രഷനായി പോകും, നമ്മളാകെ വറീഡായി പോകും. നമുക്കൊരു പുതിയ കാര്യം നമ്മുടെ മനസ്സിൽ വരില്ല. ഇത്തരം വിഷയങ്ങളെ അതാത് ദിവസം അഡ്രസ്സ് ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകും. എൻ്റെ വായന എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ദൈനംദിന ജീവിതത്തിലെ ഈ നിരന്തരമായ പ്രശ്നങ്ങളൊന്നും എന്നെ അലട്ടുന്നില്ല എന്നാണ്. എന്നെ സേഫ് ആക്കുന്നു അതാണ്. ഞാൻ ഒരു UK കുമാരൻ്റെ ഒരു നോവൽ വായിച്ചാൽ ഞാൻ ആ നോവലിൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടെയാണ് അന്ന്, അതിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാനല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിലെ ആശയങ്ങളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഏത് തിരക്കിലും ഏത് ബഹളത്തിലും ഏത് സമയത്തും ഇരുന്ന് നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ അതിലേക്ക്. ഇപ്പോൾ വലിയ ഒരു ടെൻഷൻ ഉണ്ടായ ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ പോയത്. 23-ാം തീയതി ആയിരുന്നു കൗണ്ടിങ്. രാത്രിയായപ്പോൾ ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് വിളിക്കാൻ തുടങ്ങിയത്. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫോൺ സൈലൻസ് ആക്കി വച്ചിട്ട് ഞാനൊരു പുസ്തകം വായിച്ചു. അതാണ് രാജശ്രീയുടെ ആർത്തരേഖ. ഞാൻ അന്ന് രാത്രി തലേദിവസം രാത്രി 150 പേജ് വായിച്ചു. തലേദിവസം രാത്രി ഞാൻ രാത്രി വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരുന്ന് എൻ്റെ ആരോഗ്യം ഞാനെന്തിനാ ടെൻഷനാണ് വരാനിരിക്കുന്നത്, പിറ്റേ ദിവസം കാണാം, പിറ്റേ ദിവസം ജയിച്ചു, ഭയങ്കര സന്തോഷമായി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ആ 150 പേജ് കൂടി രാത്രിയായപ്പോൾ വായിച്ച് തീർത്തു. അപ്പോൾ കഥാപാത്രങ്ങൾ, കഥകളിലെ മുഹൂർത്തങ്ങൾ, ചരിത്രത്തിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ രസകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നൂതനമായ കാര്യങ്ങൾ, പുതിയ അറിവുകൾ, ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരുടെ കൂടെ ഇന്ന് ഞാൻ രാവിലെ ട്രെയിനിൽ കയറിയതാണ് ആലുവയിൽ. 5 മണിക്ക് എഴുന്നേറ്റ് 6:15 ട്രെയിനിൽ കയറിയതാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യത്തെ ബുക്കർ പ്രൈസ് കിട്ടിയ സാമന്ത ഹാർവേയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു തുടങ്ങി. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഷിപ്പാണ്. അത് സ്പേസിലാണ് 5-6 ഈ ബഹിരാകാശ ശാസ്ത്രജ്ഞർ. അവർ സ്പേസിലിരുന്ന് ഭൂമിയെ കാണുകയാണ്. മദർ എർത്ത് ആണ് ആ വാക്കാണ് സാമന്ത ഹാർവേ ഉപയോഗിക്കണം. മദർ എർത്ത് മുമ്പിലിരുന്ന് കാണുകയാണ്, ഭൂമിയെ കാണുക, ഭൂമിയിലെ ഓരോ വൻകരകളെ കാണുക, ഭൂഖണ്ഡങ്ങളെ കാണുക. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നും നാളേക്ക് ആ പുസ്തകം വായിച്ച് തീരുന്നത് വരെയും ചിലപ്പോൾ പിറ്റേ ദിവസവും ഞാനും സ്പേസ് ഷിപ്പിലാണ് യാത്ര ചെയ്യണത്. ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം ഞാനീ പറയുന്നു. പക്ഷെ അത് എൻ്റേതായ സ്വകാര്യതയുടെ ഒരു ലോകമാണ്. ഞാൻ സാമന്ത ഹാർവേയുടെ ഈ ബുക്ക് ഈ സ്പേസ് ഷിപ്പിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതമായതുകൊണ്ടും അതിൻ്റെ ടെക്നിക്കൽ സൈഡും അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഭക്ഷണ രീതികളും അവരുടെ വ്യായാമവും അതിലൊരാളുടെ അമ്മ മരിച്ചു എന്ന് കിട്ടുന്നൊരു മെസ്സേജും, അത് അവരെ 9 മാസമായിട്ട് സ്പേസ് ഷിപ്പിലാണ്. 9 മാസത്തേക്കാണ് സ്പേസ് ഷിപ്പ്. 6 മാസം ആയിട്ടുള്ളൂ ഈ പുസ്തകം തുടങ്ങുമ്പോൾ. ഞാൻ അവരുടെ കൂടെയാണ് 7ാമത്തെ ബഹിരാകാശ ശാസ്ത്രജ്ഞനായി. ഞാൻ 6 പേരുടെ 7ാമത്തെ ആളായിട്ട് അവരുടെ കൂടെയാണ്. അങ്ങനെ കഥാപാത്രങ്ങളുടെ കൂടെയും മുഹൂർത്തങ്ങളുടെ കൂടെയും ചരിത്രത്തിലൂടെയും ഇപ്പോൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പോകുമ്പോൾ പല പുസ്തകങ്ങളുമുണ്ട്. അല്ലെ, ഇപ്പോൾ ഒരുപാട് ഈ നമ്മുടെ ഗതകാലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തുന്ന, ജനിതക പരിശോധനകൾ നടത്തുന്ന അതിമനോഹരമായ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങുകയാണ്. ഹോമോസേപ്പിയൻസ്, നമ്മുടെ ഹരാരയുടെ ഹോമോസേപ്പിയൻസ്, നമ്മുടെ ടോണി ജോസഫിൻ്റെ തന്നെ ഏർലി ഇന്ത്യൻസ്, ഒരുപാട് പുസ്തകങ്ങൾ. ഇപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം കൂടി പറഞ്ഞുതരാം. എപ്പോഴും വായനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് വായനയ്ക്കൊരു നല്ല കമ്പനി ഉണ്ടാവുക എന്നുള്ളതാണ്, നല്ലൊരു ടീം. എൻ്റെ വായനയുടെ രഹസ്യം അതാണ്. ചരിത്രം വായിക്കുകയാണെങ്കിൽ 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധം വായിക്കുന്നതിന് 5-6 പേരുള്ള കൂട്ടുകാരുണ്ട്. പല സ്ഥലത്തും ഉണ്ട്, വിദേശത്തൊക്കെയാണ് അവർ. അപ്പോൾ നല്ല പുസ്തകം കിട്ടിയാൽ നമ്മുടെ ടേസ്റ്റ് അറിയാവുന്നവർ നമ്മളോട് ആ നല്ല പുസ്തകം പറഞ്ഞു തരും. സാമ്പത്തിക ശാസ്ത്രം വായിക്കുന്ന വേറെ ടീമുണ്ട്, മുഗൾ ഹിസ്റ്ററി വായിക്കുന്ന വേറെ ടീമുണ്ട്. പിന്നെ മലയാളം നമ്മൾ അറിയും. എല്ലാ എഴുത്തുകാരും ഇപ്പോൾ UK കുമാരൻ ഒരു പുസ്തകം ഇറക്കിയാൽ ഞാൻ അറിയാതിരിക്കില്ല.
അത് അറിയുകയും ചെയ്യും, അത് വായിക്കുകയും ചെയ്യും. അത് നമ്മുടെ എഴുത്തുകാരെയാണ്. ഇപ്പോൾ മരണവംശത്തെക്കുറിച്ച് പറഞ്ഞു. മരണവംശവും ആത്രേയകവും ഒക്കെ ജ്ഞാനഭാരവും ജ്ഞാനസ്നാനവും ഒക്കെ തുടങ്ങിയ മലയാളത്തിൽ അടുത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം, ഇ സന്തോഷ് കുമാറിൻ്റെ ജ്ഞാനഭാരം, ആർ രാജശ്രീയുടെ ആത്രേയകം, അതുപോലെ ഷാജി കുമാറിൻ്റെ മരണവംശം അതിമനോഹരമായ പുസ്തകങ്ങളാണ്. സാറ ടീച്ചറുടെ കറ, എത്രയോ നല്ല പുസ്തകങ്ങൾ മലയാളത്തിൽ നമ്മളിറങ്ങി. അതെല്ലാം വായിച്ച് നമ്മൾ കാലത്തിൻ്റെ കൂടെ നടക്കുക. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വായിച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്കന്ന് ഡിപ്രഷൻ ഉണ്ടാവുമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴും ചെറുതായിട്ട് ആ പ്രശ്നമുണ്ട്. ഇപ്പം അതുപോലെ പറ്റില്ല, അന്നത്തെ പോലെ പറ്റില്ല. അപ്പോൾ നമുക്ക് വായന, എഴുത്തുകാരനാണ് നമ്മളെ വഴി നടത്തുന്നത്. ഇതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. എഴുത്തുകാരാണ് നമ്മളെ വഴി നടത്തുന്നത്. അവർ പറഞ്ഞ അവരുണ്ടാക്കുന്ന ഭൂമികയിൽ, അവരുണ്ടാക്കുന്ന ഒരു എന്താണ് ഇമേജറിയിൽ, അല്ലെങ്കിൽ ഇമാജിനേഷനിൽ, അവരുണ്ടാക്കുന്ന കഥാപാത്രങ്ങളിൽ, അവരുടെ സ്വഭാവങ്ങളിൽ, അവരുടെ കൂടെ അവരെ ഈ എഴുത്തുകാരൻ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയി അവിടെ എല്ലാം നമ്മളെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഭയങ്കര സ്നേഹവും ഭയങ്കര ആദരവും ഭയങ്കര ബഹുമാനവുമാണ് എഴുത്തുകാരോട്. തീർച്ചയായും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കടത്തനാടിൻ്റെ ഒരു പാരമ്പര്യത്തെ, അതിൻ്റെ അതിമനോഹരമായ പൈതൃകത്തെ, സാഹിത്യ പൈതൃകത്തെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും ഇതിനേക്കാൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇത് ഒരു തീക്ഷ്ണമായ യത്നമാണ് എന്ന് എനിക്കറിയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്, എനിക്ക് ഇനി ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ട്രെയിൻ പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അറിയിക്കാൻ ശ്രീ രവീഷ് വളയം. വായനയുടെ രാഷ്ട്രീയമെന്ന ഒരു സുപ്രധാനമായ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളുടെയൊക്കെ വിവിധങ്ങളായ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളറകളിലേക്ക് ഈ വിഷയത്തെ എത്തിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യനായ ജനകീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ഐ മൂസ അവർകൾ, ശ്രീ കടത്തനാട് നാരായണൻ മാസ്റ്റർ അവർകൾ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അവർകളെ ഒക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി വിജയപ്രദമാക്കി മാറ്റിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒക്കെ ഈ പരിപാടിയിലേക്ക് പരിപാടിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുക. ശ്രീ എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ ഒടുവിലത്തെ കത്ത് എന്ന കഥാസമാഹാരത്തിന്റെ കവർ ചിത്ര പ്രദർശനം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനോട് ശ്രീ വി ഡി സതീശൻ അവർകളോട് നടത്താൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.